ഹായ്. അപ്പോൾ ഇന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു കാണാൻ ഇടയുള്ള ഒരു ന്യൂസാണ് കൊട്ടാരക്കരയിലെ ആ ഒരു ചുരിദാർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാന അധ്യാപികയെ പുറത്തിരുത്തുന്ന ഒരു സമയം ഉണ്ടായി. അപ്പൊ അതിൽ ആ ടീച്ചർ പുറത്തിരുന്ന് പ്രതിഷേധിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. സത്യത്തില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 2026 കേരളത്തിലെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് ചുരിദാർ ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അതിന് പ്രതിഷേധിക്കുമ്പോൾ എത്ര പേര് അതിന് സപ്പോർട്ട് ചെയ്യണു എന്നുള്ളതും കൂടി ആലോചിച്ച് നോക്കണം. ഇപ്പോ ഈ ഒരു പ്രശ്നം തട്ടത്തിന്റെയാണെന്ന് വിചാരിക്കുക. വസ്ത്രമാണല്ലോ ഇവിടുത്തെ പ്രശ്നം. തട്ടം എടുക്കുക, ഒരു കുട്ടിക്ക് തട്ടം ധരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് അഴിച്ചു വെക്കാൻ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ, എത്ര പേര് വരും? എത്ര പേര്? ആ പറയുന്ന തട്ടത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് കിട്ടിയിട്ടുള്ള പിന്തുണ ഒരിക്കലും ഈ ഒരു തൊഴിൽ നിഷേധിക്കപ്പെട്ട ടീച്ചർക്ക് കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ കാര്യം. ശിവൻകുട്ടിമാർ വന്ന് കെട്ടിപ്പിടിക്കില്ല. അതുപോലെ ഇടത് മാളങ്ങളിൽ നിന്നും നമ്മൾ ഈ ഘോരഘോരം പ്രസംഗിക്കുന്ന മൗലിക അവകാശ പ്രബന്ധങ്ങളൊന്നും വരില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, ഒറ്റ റീസണേ ഉള്ളൂ. ഈ തട്ടം കൊണ്ടുവരുന്ന വോട്ട് ചുരിദാർ കൊണ്ടുവരില്ല, അത്രേ ഉള്ളൂ. ഈ വ്യത്യാസം കൊണ്ടാണിത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു വസ്ത്രത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. ആ പ്രശ്നം ഉണ്ടാവുമ്പോൾ രണ്ട് വസ്ത്രമാണ്, ഒന്ന് തട്ടവും ഒന്ന് ചുരിദാറും. ചുരിദാർ ഇട്ട് പോയ ടീച്ചർക്ക് സപ്പോർട്ടില്ല, തട്ടം ഇട്ട് വന്ന ആൾക്ക് സപ്പോർട്ടുണ്ട്. കാരണം അവിടെ മതമുണ്ട്, വോട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കാരണം ഈ വോട്ടാണ്. അപ്പൊ നമ്മുടെ ഒരു കേരള രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു ഉദാഹരണമായിരുന്നു ഇത്.